കേരളത്തിലെ ഏറ്റവും വലിയ കളിമൺ അണക്കെട്ടുകളിലൊന്നാണ് തൃശൂർ ജില്ലയിലെ വാഴാനി ഡാം. 1962-ൽ തുറന്നുകൊടുത്ത ഈ അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ട് പോലെ മണ്ണുകൊണ്ട് നിർമ്മിച്ചതാണ്. വാഴാനി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്താണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തൃശൂരിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് റിസർവോയറിന്റെയും മലനിരകളുടെയും വനത്തിന്റെയും മനോഹരമായ കാഴ്ച നൽകുന്നു. വടക്കാഞ്ചേരി നദിക്ക് കുറുകെയാണ് 792 മീറ്റർ നീളമുള്ള ഈ എർത്ത് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ മച്ചാട് മലനിരകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന കേച്ചേരി നദിയുടെ കൈവഴിയായ വടക്കാഞ്ചേരി നദിക്ക് കുറുകെയുള്ള മണ്ണ് തടയണയാണ് വാഴാനി പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഇരുവശത്തുമുള്ള കുന്നുകളെ ബന്ധിപ്പിച്ച് മുൻവശത്ത് സംരക്ഷിത റിവെറ്റ്മെന്റും പിന്നിൽ ടർഫിംഗുമുണ്ട്. മുൻവശത്തുള്ള കൊത്തുപണി കിണറുകളുടെ മുകളിൽ നിന്ന് നിയന്ത്രിത സിമന്റ് കോൺക്രീറ്റ് വിതരണ സ്ലൂയിസുകൾ ഇരുവശങ്ങളിലും നൽകിയിരിക്കുന്നു. 2.65 മീറ്റർ ഉയരമുള്ള സ്റ്റീൽ ഷട്ടറുകളുള്ള 6 മീറ്റർ നീളമുള്ള 4 സ്പാനുകളുള്ള സ്പിൽവേയുടെ ആകെ നീളം 31.09 മീറ്ററാണ്. ഇത് കരയിലെ പ്രകൃതിദത്ത പാറയിൽ നിർമ്മിച്ചതാണ്. 2200 ഹെക്ടർ വിസ്തൃതിയുള്ള ഈ അണക്കെട്ടിന് വലതുകര സംവിധാനമായി പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി നദിയിലേക്കുള്ള ഔട്ട്ലെറ്റ് ഉപയോഗിച്ച് 100 മീറ്റർ താഴേക്ക് കനാൽ ആയി വെള്ളം ഒഴുക്കുന്നു. അണക്കെട്ടിനെ പോഷിപ്പിക്കാൻ പ്രധാന കനാൽ ഇടതുകര മെയിൻ കനാലായാണ് ഒഴുകുന്നത്. 3 ബ്രാഞ്ച് കനാലുകളും ശൃംഖലയും അടങ്ങുന്ന 39.20 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു LBMCയാണ് വിതരണ സംവിധാനം. ഈ പദ്ധതിക്ക് 20.72 ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശവും തൃശൂർ ജില്ലയിലെ തലപ്പള്ളി, കുന്നംകുളം, തൃശൂർ താലൂക്കുകളിലെ 4300 ഹെക്ടർ പ്രദേശത്തെ ജലസേചനത്തിനായുള്ള സംവിധാനങ്ങളുടെ ശൃംഖലയും ഉണ്ട്. പക്ഷി നിരീക്ഷകർ ഈ പ്രദേശത്ത് വസിക്കുന്ന എണ്ണമറ്റ പക്ഷികളെ നിരീക്ഷിക്കാൻ വാഴാനി അണക്കെട്ട് പ്രദേശത്ത് പതിവായി എത്താറുണ്ട്. റിസർവോയറും അതിന്റെ ചുറ്റുപാടുകളും ദേശാടന പക്ഷികൾക്ക് അനുയോജ്യമായ ഒരു ആവാസവ്യവസ്ഥയായി വർത്തിക്കുന്നു. ഇത് ഫോട്ടോഗ്രാഫർമാർക്കും പ്രകൃതിശാസ്ത്രജ്ഞർക്കും അവയുടെ സൗന്ദര്യം പകർത്താൻ ധാരാളം അവസരങ്ങൾ നൽകുന്നു. അണക്കെട്ട് ഈ മേഖലയ്ക്ക് അനുഗ്രഹമായെങ്കിലും വെല്ലുവിളികൾ ഇല്ലാതെയല്ല. മണ്ണിൽ നിർമ്മിച്ചതുകൊണ്ട് പലപ്പോഴും മണ്ണൊലിപ്പിന് ഇരയാകുന്നതിനാൽ അതിൻ്റെ ഘടനാപരമായ സമഗ്രത ഉറപ്പാക്കാൻ നിരന്തരമായ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. ക്രമരഹിതമായ മഴയുടെ പാറ്റേണുകൾ ജലനിരപ്പിനെ ബാധിക്കുകയും അണക്കെട്ടിന്റെ ഉപയോഗത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പതിവ് അറ്റകുറ്റപ്പണികൾ, ആധുനിക ജല മാനേജ്മെന്റ് ടെക്നിക്കുകളുടെ അവലംബം എന്നിവയിലൂടെ വെല്ലുവിളികളെ നേരിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഈ നടപടികൾ അണക്കെട്ടിന്റെ പ്രവർത്തനക്ഷമതയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്നു. അണക്കെട്ടിനും അതിന്റെ ചുറ്റുപാടുകൾക്കും കാടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. സ്പിൽവേക്കടുത്തുള്ള തൂക്കുപാലത്തിൽ കയറിയാൽ നമുക്ക് ചുറ്റുപാടുകളുടെ മറ്റൊരു വശം ഉൾക്കൊള്ളാൻ കഴിയും. പ്രകൃതിസ്നേഹികളും സാഹസികരും സംസ്ഥാനത്തെ മറ്റ് ട്രെക്കിംഗ് സൈറ്റുകളിലൂടെ പ്ലൂഡിംഗ് നടത്തുമ്പോൾ വാഴാനിയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് കന്യകഭൂമികളാണ്. അവയുടെ സാധ്യതകൾ മനസ്സിലാക്കാൻ ഇനിയും പര്യവേക്ഷണം ചെയ്യേണ്ടതുണ്ട്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിൽ 8 കിലോമീറ്റർ ദൂരമുള്ള മൂടൽ ഹിൽ ഹൈക്കിംഗ്, 6 കിലോമീറ്റർ ദൂരമുള്ള ഡാം വാലി, 3 കിലോമീറ്റർ ദൂരമുള്ള ബൈസൺ ട്രെയിൽ, 2 കിലോമീറ്റർ ദൂരമുള്ള എലിഫന്റ് സാഗ എന്നിങ്ങനെ 4 ട്രെക്കിംഗ് പാതകൾ ലഭ്യമാണ്. പ്രകൃതിയുടെ മറഞ്ഞിരിക്കുന്ന സൗന്ദര്യം ആസ്വദിക്കാൻ ഈ ട്രെക്കിംഗ് പാതകൾ നമ്മെ അനുവദിക്കുന്നു. നന്നായി പരിപാലിക്കുന്ന ഒരു പൂന്തോട്ടം അണക്കെട്ടിന് സമീപം സ്ഥിതി ചെയ്യുന്നു. പ്രായവ്യത്യാസമില്ലാതെ കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് പൂന്തോട്ടം. ഈ അണക്കെട്ടിന്റെ ചുറ്റുപാടുകളുടെ ശ്രദ്ധേയമായ ഒരു സവിശേഷത അവിടെ വ്യാപിച്ചു കിടക്കുന്ന നിശബ്ദതയാണ്. തടാകത്തിന്റെ തീരത്തുകൂടിയോ അതിന്റെ സമൃദ്ധമായ പൂന്തോട്ടത്തിലൂടെയോ അലസമായി കിടക്കുമ്പോൾ ഒരു ശാന്തത നമ്മെ വലയം ചെയ്യുന്നു. തടാകത്തിന്റെ ഇരുവശത്തുമുള്ള മനോഹരമായ ക്രമീകരണങ്ങൾ ഏറ്റവും അസ്വസ്ഥരായ മനസ്സുകൾക്ക് പോലും ശാന്തമായ മാനസികാവസ്ഥ നൽകുന്നു. പൂന്തോട്ടത്തിനോട് ചേർന്ന് തന്നെ ചെറിയ കുട്ടികൾക്കായുള്ള പാർക്കും നിർമ്മിച്ചിട്ടുണ്ട്.
വാഴാനി അണക്കെട്ടിൻ്റെ പരിസരത്ത് തന്നെ ഫുഡ് കോർട്ടും ലഭ്യമാണ്. സന്ദർശകർക്ക് ലഘുഭക്ഷണങ്ങൾ, ചായ, കാപ്പി, ഐസ്ക്രീം, ജ്യൂസ് മുതലായവ ഇവിടെ വിതരണം ചെയ്യുന്നു. ശാന്തമായ ചുറ്റുപാടുകളുടെ മനോഹാരിതയിൽ കുതിർന്ന് നമ്മുടെ കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടോ ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത്. അതിനാൽ ഇതുവരെ ഇവിടം സന്ദർശിക്കാത്തവർ തീർച്ചയായും വരേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തൂ.